LibreOffice ഇംപ്രസ് സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് സ്ലൈഡ്സിന് വിവിധ backgroundsഉം ലേഔട്ട്സും അപ്ലൈ ചെയ്യുന്നത്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് 1004 ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334. ബാക്ക്ഗ്രൌണ്ട് സൂചിപ്പിക്കുന്നത് സ്ലൈഡിന്റെ പ്രതലത്തിൽ കാണുന്ന നിറങ്ങളും ഇഫക്ട്സും ആണ്. LibreOffice Impressൽ നല്ല ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുവാൻ ആവശ്യമായ വിവിധ ബാക്ക്ഗ്രൌണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്വയം കസ്റ്റം backgroundsഉം സൃഷ്ടിക്കാവുന്നതാണ്. സാംപിൾ impressഓഡ്റ്റ് എന്ന പ്രസന്റേഷൻ തുറക്കുക. നമ്മുടെ പ്രസന്റേഷനായി ഒരു കസ്റ്റം ബാക്ക്ഗ്രൌണ്ട് സൃഷ്ടിക്കാം. പ്രസന്റേഷനിലെ എല്ലാ സ്ലൈഡ്സിലും ഈ ബാക്ക്ഗ്രൌണ്ട് അപ്ലൈ ചെയ്യാം. ബാക്ക്ഗ്രൌണ്ട് സൃഷ്ടിക്കുന്നതിനായി സ്ലൈഡ് മാസ്റ്റർ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. മാസ്റ്റർ സ്ലൈഡിൽ വരുത്തുന്ന മാറ്റങ്ങൾ മറ്റ് സ്ലൈഡുകളിലും അപ്ലൈ ചെയ്യപ്പെടുന്നു. മെയിൻ മെനുവിൽ വ്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാസ്റ്റർ, സ്ലൈഡ് മാസ്റ്റർ. മാസ്റ്റർ സ്ലൈഡ് കാണുന്നു. ഇപ്പോൾ കാണുന്ന മാസ്റ്റർ വ്യൂ ടൂൾബാർ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളെ മാസ്റ്റർ പേജസ് ക്രിയേറ്റ്, ഡിലീറ്റ് അല്ലെങ്കിൽ റിനേം ചെയ്യുവാൻ സഹായിക്കുന്നു. ഇവിടെ രണ്ട് സ്ലൈഡുകൾ കാണപ്പെടുന്നു. ഇവ രണ്ടും ഈ പ്രസന്റേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് മാസ്റ്റർ പേജസ് ആണ്. ടാസ്ക് paneൽ മാസ്റ്റർ പേജസ് ക്ലിക്ക് ചെയ്യുക. യൂസ്ഡ് ഇൻ തിസ് പ്രസന്റേഷൻ ഫീൽഡ് ഈ പ്രസന്റേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന മാസ്റ്റർ സ്ലൈഡ്സ് കാണിക്കുന്നു. മാസ്റ്റർ സ്ലൈഡ് ഒരു മാതൃകയാണ്. നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന ഫോർമാറ്റിംഗ് പ്രഫറൻസസ് പ്രസന്റേഷനിലെ മറ്റ് എല്ലാ സ്ലൈഡുകളിലും അപ്ലൈ ചെയ്യപ്പെടുന്നു. ആദ്യമായി സ്ലൈഡ്സ് paneൽ നിന്ന് സ്ലൈഡ് 1 സിലക്റ്റ് ചെയ്യുക. ഈ പ്രസന്റേഷന് വെള്ള ബാക്ക്ഗ്രൌണ്ട് നൽകാം. മെയിൻ മെനുവിൽ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു. ബാക്ക്ഗ്രൌണ്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. ഫിൽ ഡ്രോപ്പ് ഡൌൺ മെനുവിൽ ബിറ്റ്മാപ്പ് ഓപ്ഷൻ സിലക്റ്റ് ചെയ്യുക. ഓപ്ഷനുകളുടെ ലിസ്റ്റിൽ നിന്നും ബ്ലാങ്ക് സിലക്റ്റ് ചെയ്യുക. ഒക് കൊടുക്കുക. സ്ലൈഡിന്റെ ബാക്ക്ഗ്രൌണ്ട് ഇപ്പോൾ വെള്ളയാണ്. ശ്രദ്ധിക്കുക, നിലവിലുള്ള ടെക്സ്റ്റിന്റെ നിറം ഈ ബാക്ക്ഗ്രൌണ്ടിൽ വ്യക്തമല്ല. എല്ലായ്പ്പോഴും ബാക്ക്ഗ്രൌണ്ടിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്ന നിറം തിരഞ്ഞെടുക്കുക. ടെക്സ്റ്റിന്റെ നിറം കറുപ്പ് ആക്കി മാറ്റാം. ഇത് വെള്ള ബാക്ക്ഗ്രൌണ്ടിൽ ടെക്സ്റ്റ് നന്നായി കാണുവാൻ സഹായിക്കുന്നു. ആദ്യം ടെക്സ്റ്റ് സിലക്റ്റ് ചെയ്യുക. മെയിൻ മെനുവിൽ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് ക്യാരക്ടർ സിലക്ട് ചെയ്യുക. ക്യാരക്ടർ ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു. ക്യാരക്ടർ ഡയലോഗ് ബോക്സിൽ ഫോണ്ട് ഇഫക്ട്സ് ടാബ് ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് കളർ ഡ്രോപ്പ് ഡൌണിൽ ബ്ലാക്ക് സിലക്റ്റ് ചെയ്യുക. ഒക് കൊടുക്കുക. ടെക്സ്റ്റ് ഇപ്പോൾ കറുപ്പ് നിറത്തിൽ കാണുന്നു. ഇപ്പോൾ സ്ലൈഡിന് ഒരു നിറം കൊടുക്കാം. കോണ്ടെക്സ്റ്റ് മെനുവിനായി സ്ലൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ലൈഡ് പേജ് സെറ്റപ്പ്. ഫിൽ ഡ്രോപ്പ് ഡൌൺ മെനുവിൽ ഓപ്ഷൻ കളർ സിലക്റ്റ് ചെയ്യുക. ബ്ലൂ 8 സിലക്റ്റ് ചെയ്ത് ഒക് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സിലക്റ്റ് ചെയ്ത ഇളം നീല നിറം സ്ലൈഡിൽ കാണുന്നത് ശ്രദ്ധിക്കുക. ട്യൂട്ടോറിയൽ പൗസ് ചെയ്ത് ഈ അസൈൻമെന്റ് ചെയ്യുക. ഒരു പുതിയ മാസ്റ്റർ സ്ലൈഡ് സൃഷ്ടിച്ച് ബാക്ക്ഗ്രൌണ്ടിൽ ചുവപ്പ് നിറം നൽകുക. ഈ പ്രസന്റേഷനിൽ മറ്റ് ഡിസൈൻസും ചേർക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രസന്റേഷനിൽ ഒരു ചിഹ്നം ചേർക്കണമെന്നിരിക്കട്ടെ. നിങ്ങളുടെ സ്ക്രീനിന് താഴെയുള്ള ബേസിക് ഷേപ്സ് ടൂൾബാറിൽ നോക്കുക. വൃത്തം, സമചതുരം, ചതുരം, ത്രികോണം, ഓവൽ തുടങ്ങിയ അടിസ്ഥാന രൂപങ്ങൾ വരയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. സ്ലൈഡിന്റെ ടൈറ്റിൽ ഏരിയയിൽ ഒരു ചതുരം വരയ്ക്കാം. ബേസിക് ഷേപ്സ് ടൂൾബാറിൽ റെക്ടാങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ടൈറ്റിൽ ഏരിയയിൽ മുകളിലെ ഇടത് കോണിലേക്ക് കർസർ നീക്കുക. ക്യാപിറ്റൽ Iയോട് കൂടിയ ഒരു പ്ലസ് സൈൻ നിങ്ങൾക്ക് കാണാം. ഇടത് മൌസ് ബട്ടൺ അമർത്തി പിടിച്ച് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഒരു റെക്ടാങ്ങിൽ വരയ്ക്കുക. ഇനി ബട്ടൺ വിടുക. ഒരു ചതുരം വരയ്ക്കപ്പെട്ടു. ചതുരത്തിലെ 8 ഹാൻഡിൽസ് ശ്രദ്ധിക്കുക.
ഹാൻഡിൽസ് അല്ലെങ്കിൽ കണ്ട്രോൾ പോയിന്റ്സ് സിലക്റ്റ് ചെയ്ത ഒബ്ജക്റ്റിന്റെ വശങ്ങളിലായി കാണുന്ന നീല നിറത്തിലുള്ള ചെറിയ സമചതുരങ്ങളാണ്. ചതുരത്തിന്റെ വലുപ്പം ക്രമീകരിക്കുന്നതിനായി ഈ കണ്ട്രോൾ പോയിന്റ്സ് ഉപയോഗിക്കാം. കർസർ കണ്ട്രോൾ പോയിന്റിന് മുകളിൽ വയ്ക്കുമ്പോൾ കർസർ ഡബിൾ സൈഡഡ് ആരോ ആയി മാറുന്നു. ഇത് കണ്ട്രോൾ പോയിന്റ് ചലിപ്പിക്കാൻ കഴിയുന്ന ദിശകൾ സൂചിപ്പിക്കുന്നു. ടൈറ്റിൽ ഏരിയ മുഴുവനായും ഉൾക്കൊള്ളാത്ത വിധത്തിൽ ചതുരം വലുതാക്കുക. ഈ രൂപങ്ങൾ ഫോർമാറ്റ് ചെയ്യാനും സാധിക്കും. കോണ്ടെക്സ്റ്റ് മെനുവിനായി റെക്ടാങ്ങിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റെക്ടാങ്ങിൾ മോഡിഫൈ ചെയ്യുന്നതിനായി ഇവിടെ നിങ്ങൾക്ക് വിവിധ ഓപ്ഷനുകൾ ഉണ്ട്. ഏരിയ ക്ലിക്ക് ചെയ്യുക. ഏരിയ ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു. ഫിൽ ഫീൽഡിലെ ഡ്രോപ്പ് ഡൌൺ മെനുവിൽ കളർ തിരഞ്ഞെടുക്കുക. മജന്ത 4 തിരഞ്ഞെടുത്ത് ഒക് കൊടുക്കുക. ചതുരത്തിന്റെ നിറം മാറ്റപ്പെട്ടു. ഇപ്പോൾ ചതുരം ടെക്സ്റ്റിനെ മറയ്ക്കുന്നു. ടെക്സ്റ്റ് കാണുന്നതിനായി ആദ്യം ചതുരം സിലക്റ്റ് ചെയ്യുക. കോണ്ടെക്സ്റ്റ് മെനു തുറക്കാനായി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അറേഞ്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെൻഡ് ടോ ബാക്ക്. ഇപ്പോൾ ടെക്സ്റ്റ് കാണാൻ കഴിയുന്നു. ഇവിടെ റെക്ടാങ്ങിൾ ടെക്സ്റ്റിന് പിന്നിലേക്ക് നീക്കപ്പെട്ടു. ടാസ്ക്സ് paneൽ മാസ്റ്റർ പേജിന്റെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ടോ ആൽ സ്ലൈഡ്സ് സിലക്റ്റ് ചെയ്യുക. ക്ലോസ് മാസ്റ്റർ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസ്റ്റർ വ്യൂ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ മാസ്റ്ററിൽ വരുത്തിയ ഫോർമാറ്റിംഗ് ചേഞ്ചസ് presentationലെ എല്ലാ സ്ലൈഡുകളിലും അപ്ലൈ ചെയ്യപ്പെടുന്നു. ചതുരം എല്ലാ പേജിലും കാണുന്നത് ശ്രദ്ധിക്കുക. സ്ലൈഡിന്റെ ലേഔട്ട് മാറ്റുന്നതിനെ കുറിച്ച് പഠിക്കാം. സ്ലൈഡിലെ ഉള്ളടക്കത്തിന്റെ സ്ഥാനം നിശ്ചയിക്കുന്ന പ്ലേസ് ഹോൾഡേർസ് pre-ഫോർമാറ്റ് ചെയ്തിട്ടുള്ള സ്ലൈഡ്സിന്റെ മാതൃകകളാണ് ലേഔട്ട്സ്. സ്ലൈഡ് ലേഔട്ട്സ് കാണുവാനായി റൈറ്റ് പാനലിൽ ലേഔട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇംപ്രസിൽ ലഭ്യമായ ലേഔട്ട്സ് കാണിക്കുന്നു. ലേഔട്ട് തംബ്നെയിൽസ് നോക്കുക. ഒരു ലേഔട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം സ്ലൈഡ് എങ്ങനെ കാണപ്പെടും എന്നതിനെ കുറിച്ചുള്ള ഐഡിയ ഇത് നൽകുന്നു. ടൈറ്റിലും 2 കോളംൻസും ഉള്ള ലേഔട്ടുകൾ, ടെക്സ്റ്റ് 3 കോളംൻസിൽ ക്രമീകരിക്കുന്ന ലേഔട്ടുകൾ തുടങ്ങി വിവിധ ഫോർമാറ്റുകൾ ലഭ്യമാണ്. ബ്ലാങ്ക് ലേഔട്ട്സും ഉണ്ട്. ഒരു ബ്ലാങ്ക് ലേഔട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ലേഔട്ട് രൂപപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഒരു ലേഔട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. പൊട്ടൻഷ്യൽ ആൾട്ടർനേറ്റീവ്സ് സ്ലൈഡ് സിലക്റ്റ് ചെയ്ത് അതിലെ എല്ലാ ടെക്സ്റ്റുകളും നീക്കം ചെയ്യുക. വലത് വശത്തെ ലേഔട്ട് പെയിനിൽ നിന്ന് ടൈറ്റിൽ 2 കണ്ടെന്റ് ഓവർ കണ്ടെന്റ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ സ്ലൈഡിൽ 3 ടെക്സ്റ്റ് ബോക്സുകളും ഒരു ടൈറ്റിൽ ഏരിയയും ഉണ്ട്. നമ്മൾ മാസ്റ്റർ പേജ് വഴി ഇൻസേർട്ട് ചെയ്ത ചതുരം ഇപ്പോഴും ഉണ്ട് എന്നത് ശ്രദ്ധിക്കുക. ഈ ചതുരം മാസ്റ്റർ സ്ലൈഡ് ഉപയോഗിച്ച് മാത്രമേ എഡിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. മാസ്റ്റർ സ്ലൈഡിലെ സെറ്റിങ്ങുകൾ സ്ലൈഡ് അപ്ലൈ ചെയ്യുന്ന ഫോർമാറ്റിംഗ് മാറ്റങ്ങൾക്കും ലേഔട്ടുകൾക്കും മുകളിലാണ്. ഈ ബോക്സുകളുടെ ഉള്ളടക്കം എന്റർ ചെയ്യാം. ആദ്യത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്യുക സ്ട്രാട്ടജി 1 PRO: ലോ കോസ്റ്റ് സ്ലോ ആക്ഷൻ. രണ്ടാമത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്യുക സ്ട്രാട്ടജി 2 ഹൈ കോസ്റ്റ് PRO: ഫാസ്റ്റ് ആക്ഷൻ. മൂന്നാമത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഡ്യൂ ടോ ലാക്ക് ഓഫ് ഫണ്ട്സ് സ്ട്രാട്ടജി 1 ഈസ് ബെറ്റർ. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ presentationന് ഏറ്റവും അനുയോജ്യമായ ലേഔട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് സ്ലൈഡ്സിൽ ബാക്ക്ഗ്രൌണ്ട്സ് ചേർക്കുന്നത്, സ്ലൈഡ്സിൽ ലേഔട്ട്സ് ചേർക്കുന്നത്. ഒരു അസൈൻമെന്റ്. ഒരു പുതിയ മാസ്റ്റർ സ്ലൈഡ് സൃഷ്ടിക്കുക. ഒരു പുതിയ ബാക്ക്ഗ്രൌണ്ട് സൃഷ്ടിക്കുക. ടൈറ്റിൽ കണ്ടെന്റ് ഓവർ കണ്ടെന്റ് ലേഔട്ടിലേക്ക് മാറ്റുക. മാസ്റ്റർ സ്ലൈഡിൽ ഒരു ലേഔട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കുക. ഒരു പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്ത് ബ്ലാങ്ക് ലേഔട്ട് അപ്ലൈ ചെയ്യുക. ടെക്സ്റ്റ് ബോക്സുകൾ ഉപയോഗിച്ച് അതിൽ കോളംൻസ് ചേർക്കുക. ഈ ടെക്സ്റ്റ് ബോക്സുകൾ ഫോർമാറ്റ് ചെയ്യുക. ഈ ബോക്സുകളിൽ ടെക്സ്റ്റ് എന്റർ ചെയ്യുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്.
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.